ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിംഗാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എല്ലാ സമയത്തും, നോമ്പ് തുറ സമയത്ത് മാത്രമല്ല, എല്ലാത്ത സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കും നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ എല്ലില്ലാത്ത ഭാഗം മുഴുവനായിട്ട് എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണിത് കേട്ടോ. നല്ല പേസ്റ്റാക്കി തന്നെ എടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അത് സ്പൂണ് കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിട്ട് ഇങ്ങനെ ശരിക്കും എന്താ പറയുക, ഒരു കീമ പോലെ വരും. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ആക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും. നമ്മൾ വലിയ പീസായിട്ടല്ലല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിട്ട് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. സോയാ സോസിലും ചില്ലി സോസിലും ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും, അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ പോർഷൻ ഇല്ല, അത് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ നമ്മുടെ ചിക്കനിൽ വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ അത് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളമില്ല. ഇനി നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ക്രീം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്രീം ചേർത്ത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണിത്. അത് വെറും മയോനൈസ് മാത്രം ഇട്ട് ചെയ്യുമ്പോൾ അത്ര ഇഷ്ടമല്ല കേട്ടോ. മയോനൈസ് കുറച്ച് ചേർത്തിട്ട് കുറച്ച് കൂടുതൽ ക്രീം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അല്പം ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിത് എങ്ങനെ തയ്യാറാക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത്. അപ്പോൾ കുറച്ച് ബ്രെഡ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ സൈഡൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാം. ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്തെടുക്കാം. ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ല, അതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല ഫ്രഷ് ബ്രെഡ് ആകുമ്പോഴേ ഇങ്ങനെ പരത്തി കിട്ടുള്ളൂ. പഴയതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരല്പം വെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, വിരലിലാക്കിയിട്ട് ഒന്ന് നനച്ച് കൊടുത്താൽ മതി. നമ്മുടെ ബ്രെഡ് ഒന്ന് ഒട്ടിക്കാനായിട്ടാണ് കേട്ടോ. എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കണം. ഇത് നമ്മൾ നനച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി വരും. അതുപോലെ തന്നെ ഫ്രഷ് ബ്രെഡ് ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രഷ് ബ്രെഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിൽ ഇത് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ബ്രെഡിൻ്റെ സൈഡെല്ലാം മാറ്റി വെച്ചില്ല, അതും പിന്നെ കുറച്ച് ഫ്രഷ് ബ്രെഡും കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. തീ ഒരിക്കലും ഹൈയിൽ വെക്കരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് എണ്ണ കുടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ തന്നെയാണ് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ അധികം ഓയിലൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തീയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഉള്ളിൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫില്ലിങ്ങിന്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ക്രീമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.